അഞ്ചുകുട്ടി നന്നായിട്ട് പാടി കേട്ടോ മോളെ. എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊക്കെ കുറച്ചൊക്കെ മോൾ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം എന്നെ പേരോ സസ്റ്റെയിൻ എൻ്റെ മൈക്ക് കുറച്ചിങ്ങനെ നീക്കി പിടിച്ചത്. പക്ഷെ അതേസമയം കേൾക്കേണ്ടത് ഭാഗം കേൾക്കുകയും ചെയ്തു. അത് നല്ലൊരു മൈക്ക് ബാലൻസ് മോൾ പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിരുന്നു ആ പോർഷൻ. പിന്നെ സ്റ്റാർട്ടിങ് ആ താളമില്ലാതെ വരുന്ന പോർഷനിൽ തെരിയവില്ല കുറച്ച് അവിടെ മാത്രമേ എനിക്ക് ഞാൻ ശരിക്കും ശ്രുതി പോയതായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ബാക്കി ഓവറോൾ ഒരുവിധം ആ ശ്രുതി തന്നെ നിന്നു മോള്. പിന്നെ പാട്ട് പഠിച്ചാലൊന്ന് ഷേക്കി ആയിപ്പോയി. അത് എന്തൊരു പെട്ടെന്ന് വല്ലാത്തൊരു വിറച്ചു പോയി അവിടെ. പിന്നെ അഞ്ജുവിനി കുറച്ച് സൂക്ഷിക്കേണ്ട, മുകളിൽ പാടുന്ന ഭാഗങ്ങൾ വരുമ്പോൾ ഒരു ഒതുക്കാനൊരു ടെൻഡൻസി ഉണ്ട് മേലെ പോകുന്ന ലൈൻസ് വരുമ്പോൾ. അപ്പം ആ മേലേക്ക് പോകുമ്പോൾ ഇടയ്ക്കൊരു ലിറിക്ക് ഡൗട്ട് വന്നു ഞാൻ. അതുപോലെ സൊല്ലുങ്കളി എന്നുള്ള പോർഷനില്ലേ, അത് അവസാനത്തത് മോള് വിട്ട് കളയണം. ഇപ്പം കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതും കൂടെ പാടിയിട്ട് പല്ലവി എടുത്ത് പാടാൻ പറ്റുമോ നോക്കിയോ, ട്രൈ ചെയ്ത് നോക്കുമെന്ന്. സൊല്ലുങ്കളി നാനൊരു സിന്ത് കാവടി ചിന്ത് രാഗം പൊരിയവില്ല, അവിടെ എടുക്കാം ശ്വാസം. സൊല്ലുങ്കളി നാനൊരു സിന്ത് കാവടി ചിന്ത്. സൊല്ലുങ്കളി താഴേക്ക് വരുന്നില്ല. സൊല്ലുങ്കളി നാനൊരു സിന്ത് സൊല്ലുങ്കളി നാനൊരു സിന്ത്. അപ്പൊ മോളിപ്പോ നേരത്തെ പാടിയപ്പോ രണ്ട് സ്ഥലത്തും ആ എൻഡ് കേട്ടില്ല. അവിടെ മോളങ്ങ് ശ്വാസത്തിന് വേണ്ടി ആ എൻഡങ്ങ് കംപ്ലീറ്റ് ആക്കാതെ വിട്ടു. അപ്പം അത് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് അഞ്ജു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോള് പാടിയത്. അഞ്ജു മോള് വളരെ ശ്രദ്ധിച്ചിട്ട് പാടി. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മോളുടെ പെർഫോമൻസിൽ ഞാൻ കഴിഞ്ഞ തവണ 2 തവണ കേട്ടു, തേർഡ് ടൈം കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ മോള് കുറച്ച് ഒബ്സർവ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗുഡ്. ഒരു നല്ലൊരു സൈനാണത്. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, ശ്രുതി നമ്മൾ ബേസിക് ശ്രുതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇനി പ്രാക്ടീസ് ചെയ്യുക പോയിട്ട് ഇനിയുള്ള സമയങ്ങളിൽ വരുമ്പോൾ. ചരണം മോള് ഫ്ലാറ്റായി പോയി കുറച്ച്. പിന്നെ താളം വളരെ ശ്രദ്ധിക്കണം. പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് വരുമ്പോഴൊക്കെ താളങ്ങൾ ഇതൊക്കെ കറക്റ്റ് ബീറ്റിൽ തന്നെ പാടണം. അവിടെ നിന്ന് വിട്ടുപോകാൻ പാടില്ല. താളം തെറ്റിയിട്ടില്ല, പക്ഷേ നമ്മൾ കറക്റ്റ് ടെമ്പോ ബീറ്റിൽ തന്നെ കറക്റ്റായിട്ട് പാടണം. ഈ ടെമ്പോ ഉണ്ടല്ലോ അതിൽ തന്നെ നിൽക്കണം. ഓക്കെ, ഗുഡ്, വെരി ഗുഡ് സൈൻ. നല്ല ശബ്ദം, നല്ല വോയിസ് ആയിരുന്നു മോളുടെ, നല്ല വോയിസ് ആയിരുന്നു. കുറേയൊക്കെ ചിത്രാജിയുടെ ഒരു കളറൊക്കെ അതിൻ്റെ അകത്ത് വന്നു കേട്ടോ. റിയലി കുറച്ച് ആ ഫ്ലേവർ മോള് കുറച്ച് തുടക്കമൊക്കെ ഉണ്ടല്ലോ. സ്ഥിരം കേൾക്കുന്നുണ്ടായിരിക്കും. ആണോ? അപ്പോൾ ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ. ഓക്കെ, ഫൈൻ, ഗുഡ്. ഒറ്റ വാക്കിൽ പറയാൻ മോളെ, കലക്കി. താങ്ക് യു സർ. ഐ റിയലി ലൈക്ഡ് ഇറ്റ് എ ലോട്ട്. മോള് നല്ല ഫീലോടെയാണ് പാടിയത്. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ദാറ്റ് സംതിങ് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ട് വെൻ വി സീ ദാറ്റ് ആ ഒരു ചേഞ്ച് നമ്മൾ കാണുമ്പോഴത്തേക്ക് വി ബിക്കം വെരി ഹാപ്പി. എന്ന് വെച്ചാൽ അത് മോള് അതിന് വേണ്ടും ശ്രദ്ധ എടുത്തുന്നുള്ളതാണ്. വി പ്രൗഡ് ഓഫ് യു, വെരി നൈസ്. പിന്നെ ആദ്യം ഞാൻ മോളെ സ്റ്റേജിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു സെക്കൻഡത്തേക്ക് ഞാൻ ഇവിടുന്ന് ഏതൊരു കുട്ടി അവിടെ കയറി നിൽക്കണ പോലെ തോന്നി എനിക്ക്. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും മോളുടെ അമ്മ പറഞ്ഞില്ല, മോളാണ്. Anyway, it's nice to see a little girl like you sing so beautifully, and wish you all the best. Thank you. And you're on the right track. അഞ്ജുകുട്ടി എന്തോ നന്നായി പാടി. അയ്യോ, ഇപ്പോഴെന്ത് സമാധാനമായത്. കുറച്ച് നാളായിട്ടൊരു സമാധാനക്കുറവായിരുന്നു, ഇപ്പോഴെന്ത് സമാധാനം. എന്തായിരുന്നു സമാധാനക്കുറവ്? ഇല്ല, പാട്ട് ശരിയാകുന്നില്ലായിരുന്നു.
ആഹാ ഞാൻ തന്നെ ടെലികാസ്റ്റ് കേട്ടിട്ട് അയ്യേ എന്നാക്കാറുണ്ട്. ശരി, നല്ലതാണ്. കാരണം നമുക്ക് നമ്മുടെ സ്വന്തം പാട്ട് തിരിച്ചു കേൾക്കുമ്പോൾ അതിൽ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്യേണ്ടതെന്ന് പറയണത് തന്നെ വലിയ കാര്യം അഞ്ജു. എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ജു ചെയ്യുന്ന ഈ കാര്യം മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും ചെയ്യണം. അതെ, ഇതെല്ലാവരും അവരവരുടെ പെർഫോമൻസ് കണ്ടിട്ട് സ്വന്തമായിട്ട് വിലയിരുത്തണം. ഓക്കെ അഞ്ജു, മാർക്സ് അറിയാം അല്ലേ? ചേച്ചി ഔട്ട് ഓഫ് 40. 33. 33 out of 40. ജോർജ് ഏട്ടാ 24. 24 out of 30. രമേശ് സർ 22. താങ്ക് യു സർ. 22 out of 30. അഞ്ജുന് ഇളയരാജ ഹിറ്റ്സ് റൗണ്ട് ജഡ്ജസ് നൽകിയിരിക്കുന്നത് 79 മാർക്സ്.